എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? യേശു വന്നത് ന്യായപ്രമാണം നിവർത്തിക്കാനാ, നീക്കുവാനല്ല എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ സഹോദര. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആമേൻ. പക്ഷെ വേദപുസ്തകത്തിൽ വേറൊരു വാക്യം എഴുതിയിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ല. അതാ പ്രശ്നം. ഒരു നല്ല ആമേൻ പറയാമോ? റോമർ 10:4 എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, ന്യായപ്രമാണത്തിന് പൂർത്തീകരണം അല്ലെങ്കിൽ പൂർണ്ണത, അവസാനം ക്രിസ്തുവാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ല. ഇനി റോമർ 8 അതിന്റെ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനല്ല. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ സർവ്വനീതിയും അനുസരിക്കുന്നല്ലോ. എനിക്കൊരു കാര്യം മനസ്സിലായി. പഴയ നിയമത്തിലെ പ്രമാണം ഇത് മുഴുവൻ അവർ അനുസരിക്കാൻ ശ്രമിച്ചത് അവരുടെ മസിൽ കൊണ്ടായിരുന്നു. എന്ന് ഞാൻ അനുഭവിക്കേണ്ടത് എന്റെ മസിൽ കൊണ്ടല്ല, എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട്. ഒരു നല്ല ആമേൻ പറയോ? മസിലുള്ളവർക്ക് മസിൽ പിടിച്ചിരിക്കാം. എത്ര മാൾട്ടോ തിന്നാലും ഈ വചനം അനുസരിക്കാൻ നിനക്ക് പറ്റത്തില്ല. മസിലുരുട്ടിയിരിക്കാനേ ഉള്ളൂ. പക്ഷെ അഭിഷേകം വ്യാപരിച്ചാൽ ഇതിലൊന്നും അനുസരിക്കാൻ പ്രയാസമായി നിനക്ക് തോന്നുകയില്ല. എല്ലാം സാധ്യമാണ്. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഇന്ന് രാത്രി പുറത്തു വരുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ രക്ഷിപ്പാണ് യേശു വന്നത്. ഞാനൊരു രാവിലെ ചർച്ചിൽ പ്രസംഗിക്കുമ്പോ ഞാനൊരു കാര്യം ഇങ്ങനെ പ്രസംഗിച്ചു. വളരെ രസകരമായ ഒരു കാര്യം. ഒരു നല്ല ആമേൻ പറഞ്ഞൊരു നല്ല ആമേൻ. ഹല്ലേലൂയ. ഞാൻ രാവിലെ പ്രസംഗിക്കുമ്പോ ഇങ്ങനെ ഒരു വാക്ക പറഞ്ഞേ. ഞാൻ പറഞ്ഞ വാക്ക് എങ്ങനെയാ? യേശു വന്നത് പാപം മോചിപ്പിക്കാനാണെന്ന് അറിയാത്ത ആരും തന്നെ ഇല്ല, അല്ലെ? എത്ര പേർക്കറിയാം യേശു വന്ന് പാപം മോചിപ്പിക്കാനാന്ന്? ആർക്കും അറിയത്തില്ല. അറിയാവുന്നൊരു കൈവക്കി കാണിച്ചേ. പക്ഷേ പാപം ചെയ്യാതിരിക്കത്തക്കവണ്ണം എന്നെ വിടുവിക്കാനാണെന്ന് എത്ര പേർക്കറിയാം? ഒരു ഹല്ലേലൂയ പറയാം. നമുക്കൊരു വാക്യം വായിച്ചാലോ? മത്തായി 7 സുവിശേഷം 1-ാം അധ്യായം എന്നിട്ട് മത്തായി 21 വായിക്കും. 1:21. അവൾ മകനെ പ്രസവിക്കും. യെസ്, ശ്രദ്ധിക്കണേ. അവൻ തന്റെ ജനത്തെ അവന്റെ പാപം കഴുകേണ്ടതിനെ, അങ്ങനെയാണോ ബസ്സുകളെ? പാപത്തിൽ ഇരിക്കാൻ തക്കവണ്ണം കൃപ തരാൻ അതിനെ യേശു ഈ ലോകത്തേക്ക് വന്നേ. ആമേൻ. ഒരു ആമേൻ പറ. എന്റെ അകത്തിന്റെ ആത്മാവിൽ എന്നോട് ഇങ്ങനെ ഒരു കർത്താവ് പറഞ്ഞു, പാപത്തിന്റെ സ്വാധീനം ഹൃദയത്തിനകത്ത് ചലിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അവർ പുറത്ത് വെള്ളവസ്ത്രവും അകത്ത് ശവക്കല്ലറിയോ. എന്റെ അകത്ത് നിങ്ങളെ കാണുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ പ്രശ്നം എന്താണ്. ഇപ്പൊ തലയിൽ കൈവയ്ക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ നിങ്ങളൊരു വാക്ക് പറയട്ടെ, നിങ്ങളെ തകർക്കാനല്ല യേശു വന്നത്, നിങ്ങളെ രക്ഷിക്കുവാനാണ് യേശു വന്നത്. ഞാനും നിങ്ങളെപ്പോലെ ഒരിക്കലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലം. ഞാൻ അവിടെ താമസിക്കാൻ കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നു. ഞാനവിടെ താമസിച്ചിട്ടിരിക്കും. എന്നും രാവിലെ റൂം ക്ലീൻ ചെയ്യാനും അവിടുത്തെ ബെഡ് ക്ലീൻ ചെയ്യാനും ഒക്കെ ഒരു സ്ത്രീ വരും. അവളുടെ പേര് ഹാപ്പിനെസ് എന്ന്. ആഫ്രിക്കക്കാർക്ക് ഒരു ഗുണമുണ്ട്, അവരുടെ ഏത് സാഹചര്യത്തിൽ ആ കൊച്ചിനെ പ്രസവിച്ചത് ആ സാഹചര്യത്തിലെ പേരെ ഇടത്തുള്ളൂ. അവളുടെ പേര് ഹാപ്പിനെസ് എന്ന്. ഞാൻ ആ കൊച്ചിനോട് പരിചയപ്പെട്ടപ്പോഴേ എന്റെ കൂടെയുള്ള ആളുകൾക്ക് അത്ര ഇഷ്ടമായില്ല. അതിന്റെ കാര്യം എന്താണെന്ന് പറയാം, ആഫ്രിക്കക്കാരിൽ ഈ കറുത്ത വർഗ്ഗക്കാരോട് സംസാരിക്കുന്നതന്നെ അവർക്ക് ചെറിയ ഇറിറ്റേഷനാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനിവരോട് സംസാരിക്കുക. എന്റെ മുഖം കണ്ടപ്പോഴേ ഒരുവനൊന്നും മിണ്ടാൻ പോയി അകത്തോട്ട് പോയി. ഞാനവരോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ചോദിക്കുമ്പോൾ അവളെന്നോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഈ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് ദൈവാത്മാവ് ചില കാര്യങ്ങൾ ദൈവാത്മാവിൽ വെളിപ്പെടുത്താനായി തുടങ്ങി. അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് ബ്രദറെ. പിന്നെന്താ പറ്റാത്തത്? ബ്രദറെ, 4 പേര് എന്റെ കെട്ടിയന്മാരാ. ഒരാഴ്ച ഒരാളെ കൂടെ, ഒരാളെ കൂടെ, ഒരു മാസം നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? ഓരോ മാസം ലീവാന്നാ പറയുന്നേ. 4 പേര് കെട്ടിയന്മാരിപ്പോ ഉണ്ട്. ഇതിലേതിലെ എടുക്കേണ്ടെന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് പറഞ്ഞ ഞാൻ ഇന്ന് മുതൽ യേശുവിനെ വിശ്വസിക്കാം. എനിക്ക് അതിനൊന്ന് പ്രാർത്ഥിച്ച് മറുപടി പറയാൻ തോന്നിയില്ല. ഞാൻ അവളെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അവൾ എയ്ഡ്സ് പേഷ്യന്റ് ആണെന്ന് മനസ്സിലായി. ഞാൻ അവളോട് പറഞ്ഞു, മോളെ നിനക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് നിനക്കറിയാം? അവൾ മെല്ലെ കരയാൻ തുടങ്ങി. പാസ്റ്ററിന് എങ്ങനെ മനസ്സിലായി? അവിടുത്തെ സാഹചര്യത്തിൽ നോക്കിയല്ല ഞാൻ പറഞ്ഞ്, അവളുടെ സാഹചര്യത്തിൽ നോക്കിയല്ല, ദൈവാത്മാവിനോട് ഇടപെട്ടു. രണ്ടാമതൊരു രഹസ്യ രോഗം കൂടെ കർത്താവ് ഇടപെട്ടു. മൂന്നാമത് അവളുടെ മാറിലൊരു മുഴയുണ്ടായിരുന്നു. കർത്താവ് ഇടപെട്ടു, നിന്റെ മാറിലൊരു മുഴയുണ്ട്. ഇത്രയും കൂടെ ആയപ്പോൾ അവൾ മുട്ടുകുത്തി. അവളോട് പറഞ്ഞു, എങ്ങനെ യേശുവിലേക്ക് വരാം? ഹാപ്പിനെസ് എന്ന് പേരുള്ള അവൾ ക്രിസ്ത്യാനിയാ.
പക്ഷെ യേശുവിനെ അറിയത്തില്ല. അവള് പറഞ്ഞു, എനിക്കൊരു ജയജീവിതം ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങളുടെ പള്ളിയിൽ ആരും അത് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഞാൻ ഹാപ്പിനെസിനോട് പറഞ്ഞു, ഹാപ്പി ആയിട്ട് ജീവിക്കുവാൻ യേശു ഈ ലോകത്ത് വന്ന് നീ ഹാപ്പി ആയിട്ട് ജീവിക്കാണ് ഹാപ്പിനെസ്. സത്യത്തിൽ നിനക്കത് പറഞ്ഞു തരാതിരുന്നുള്ള പ്രശ്നം. ഒരു നല്ല ആമീൻ പറ. ഞാൻ അന്ന് പകലവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവൾ പരിപൂർണ സൗഖ്യത്തിലേക്ക് വന്നു. ഒരു നല്ല ആമീൻ പറയാം. എനിക്ക് പ്രാവശ്യം ഡർബലിന് ഞാൻ ഓഗസ്റ്റിൽ പോകുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന അവളെ കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നത് അവൾ ഏതോ ആഫ്രിക്കൻ ചർച്ചിൽ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസിയായി കാണുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഒരു നല്ല ആമേൻ പറയാ. ഹല്ലേലൂയ. എന്നോട് അവൾ പറഞ്ഞ വാക്ക് എന്നെ സ്പർശിച്ചു. ആരും എനിക്ക് ഈ ജയിക്കുന്ന യേശുവിനെ പറഞ്ഞു തന്നില്ല. ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ ഒരു കാര്യം പറയാം. നമ്മുടെ മലയാളികളുടെ ഇടയിലും ജയിക്കുന്ന യേശുവിനെ കുറിച്ച് പറയുന്നത് കുറവാ. യേശുവിനെ എല്ലാവർക്കും അറിയാം, പാപം കഴുകുന്ന യേശു. പുള്ളിയുടെ കയ്യിൽ സോപ്പിരിപ്പുണ്ട്, കഴുകല പുള്ളിയുടെ പരിപാടി. പക്ഷെ പാപത്തിന് വിടിവിക്കുന്ന യേശുവാണ് അറിയത്തില്ല. പാപത്തിന് വിടിവിക്കാന്ന് വിചാരിക്കുന്നതും ഇങ്ങനെ പറയുമ്പോഴും ആളുകളുടെ വേല ഈ കഴുകല ഓർമ്മ വരുന്നേ. കഴുകലല്ല സഹോദരങ്ങളെ, നിനക്കത് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിന്നെ ആക്കുമാറാക്കുന്ന ഒരു ദൈവകൃപ വ്യാപരിക്കുന്നതിനെയാ യേശു എന്നത്. കരങ്ങൾ ഉയർത്തിരുന്നല്ലേ ആമേൻ പറഞ്ഞു. നിനക്ക് തെറ്റാൻ പറ്റത്തില്ല. അടുത്തിരിക്കുന്ന ഒരാളോട് കൈ കൊടുത്തെന്ന് പറഞ്ഞു, നിനക്ക് തെറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ഹല്ലേലൂയ. ഞങ്ങള് വിദേശത്ത് യാത്ര ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഫ്ലൈറ്റിൽ ഏറ്റവും ആദ്യം നല്ല ഫ്ലൈറ്റിലെ യാത്ര ചെയ്യുന്നെങ്കിൽ ആദ്യം കൊണ്ടുതരുന്ന കള്ളെ കൊണ്ടുത്തരത്തുള്ളവര്. കൊണ്ടുവച്ചിട്ടേ ഒരു വർത്തമാനം പറയത്തുപോലും ഉള്ളൂ. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ആരും കാണത്തില്ല. അടുത്തിരിക്കുന്ന ഒരാൾക്കും ഒരാളും ഞങ്ങളെ പരിചയമില്ല. എത്ര അടിച്ചാൽ ആരറിയണം? ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ 15 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ നാറ്റവും പോയി കിട്ടും. ആരറിയണ? പാസ്റ്റർ കല്ലടിച്ചെന്നാരെങ്കിലും വിചാരിക്കും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? കാര്യം ഞാൻ 8ാം ക്ലാസ് മുതൽ കല്ലടിക്കാൻ തുടങ്ങിയത്. എനിക്ക് ഈ പഴവറ, പുത്തൂര്, ചെറുപൊയ്ക ഇവിടെ സ്ഥിരമായി ഞാൻ വരുമായിരുന്നു. കാര്യം എന്താ പറയോ, ഇവിടെ കല്ല് കുഴിച്ചെടുക്കുന്ന വൈരക്കല് കളക്ട് ചെയ്യാൻ വരുമായിരുന്നു ഞാൻ. പോയാ നമ്മുടെ സ്വത്രമൊക്കെ. അതായിരുന്നു നമ്മുടെ പണി നേരത്തെ. ഒരു ആമേൻ പറഞ്ഞേ. അവിടെ കള്ള് കുടിച്ചതും ചാരായം കുടിച്ചതിന്റെ ഒക്കെ സുഖം അറിയാം. പക്ഷെ ഇതിനെന്താ തൊടാൻ തോന്നുന്നത്? പേടികൊണ്ടാണോ? പേടികൊണ്ടാണ് ആളില്ലാത്ത സമയത്ത് എടുത്ത് കുടിച്ചു കളയും. പേടികൊണ്ടാകുന്നവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ആരും അറിയാതെ സുഖമായിട്ട് നടിക്കും. പുറത്തിറങ്ങുമ്പോ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്ന് പറയും ചെയ്യും. ആമേൻ. പക്ഷെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അത് കണ്ടാലും ഇതിനേക്കാൾ വലിയ സന്തോഷമാണല്ലോ എന്റെ അകത്ത് ഞാൻ കുടിച്ചപ്പോൾ കിട്ടിയതെന്ന് അറിയാവുന്നത് കൊണ്ടാ കുടിക്കാത്തത്. ആമേൻ. ഈ ചാരായത്തെക്കാൾ മനോഹരമായ വേറൊരു ചാരായം, എന്റെ ഭാഷ പറഞ്ഞു, വേറൊരു വൈൻ ഞാൻ കുടിച്ചിട്ടുണ്ട്. പൗലോസ് പറഞ്ഞ അതാ, വീണ് കുടിച്ച് മത്തനാകരുത്. പിന്നെന്താ കുടിക്കണം? ആത്മാവിനെ ഇങ്ങോട്ട് കുടിക്കണം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും വിചാരിച്ചു ഈ പൗലോസ് എന്താ വീഞ്ഞിനോട് ചേർത്ത് പുള്ളി പറഞ്ഞു കളഞ്ഞേ. പുള്ളിക്കൊരു കാര്യം അറിയായിരുന്നു, 1/2 ഗ്ലാസ് വീഞ്ഞടിച്ചാൽ എത്ര ലഹരി കിട്ടുമെന്ന് അറിയാമായിരുന്നു. കുടിക്കുന്ന ആളുകളെന്ന് കൈവക്കാം, കുടിക്കുന്ന ആളുകൾ, നേരത്തെ കുടിച്ചിരുന്ന ആളുകളെന്ന് കൈവക്കാം. കുടിക്കുന്ന ആളുകൾ ആരും ഇല്ലായിരുന്നോ? കർത്താവേ, എത്ര നല്ല സ്ഥലം പുത്തൂരെ. കുടിക്കുന്ന ആളുകളെന്ന് കൈവക്കെ. ആമേൻ. ഞാൻ കുടിക്കുന്ന ആളായിരുന്നു, അതുകൊണ്ട് എനിക്ക് ധൈര്യപൂർവ്വം പറയാം. ഞാൻ പുത്തൂരേക്ക് വരുമ്പോ ഏറ്റവും ആദ്യം ചെയ്യുന്നൊരു പരിക്ക് നമ്മുടെ ബിയർ പാർലറിൽ കയറി ഒരു ബിയർ അടിക്കും. മണമാവും. കൊട്ടാരക്കര വന്നു കഴിഞ്ഞാൽ നേരെ ശശി എന്ന് പറഞ്ഞൊരാൾ, അവിടെ ഉള്ള പേരെന്ത്, അശോക ബാറിലേക്ക് നേരെ പോവും. അവിടെ പോയി 2 സ്മാൾ അടിക്കും, അല്ലെ 1 സ്മാൾ അടിക്കും. അപ്പൊ ഒരു പിടുത്തമായി. അത് എത്ര മണിക്കൂർ നിൽക്കുമെന്ന് എനിക്ക് അറിയാം. ആ മണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോൾ അടുത്തൊന്ന് പിടിപ്പിക്കും. അപ്പൊ ആ കറക്റ്റ് ലെവലായി കാര്യം. ആദ്യം മണപ്പിച്ചാൽ മതിയായിരുന്നു, ഉച്ചവരെ നിൽക്കുമായിരുന്നു. പിന്നെ ഒരു സ്മാൾ അടിച്ചിട്ടും ഉച്ചവരെ നിൽക്കാതെ തുടങ്ങി. പിന്നെ ഒരു പൈന്റ് അടിച്ചിട്ട് ഉച്ചവരെ നിൽക്കണമെങ്കിൽ ഒരു പൈന്റ് അടിക്കണം എന്ന ലെവലായി. കാരണം അളവ് കൂടിക്കൊണ്ടിരിക്കുക. പൗലോസും അതേ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നേ. ആദ്യം അളവടിച്ച കാറയിലും സ്മാൾ അടിച്ചവനെ കുറച്ച് കഴിയുമ്പോ ലഹരി ഇല്ലാത്തതിന്റെ കാരണം കൂട്ടി അടിക്കാത്തോണ്ടാ.